ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓവനും തന്തൂറും ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂൺ തൈരും 1/4 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് പതിയെ ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചൂട് കൂടി പോയാൽ നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾ കുഴക്കുന്ന സമയത്തും വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇത്തിരി കൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബൗളിൽ കുറച്ച് ഓയിലും തടവി കൊടുക്കാം. അതിനുശേഷം ഈ മാവ് അതിൽ വെച്ച് മുകളിൽ ഒരിത്തിരി ഓയിലും കൂടെ ആക്കിയിട്ട് അടച്ച് വെച്ച് 3-4 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോക്കിന് തന്നെ ഇത് നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൊള്ളുന്നതിനനുസരിച്ചുള്ള ബോളാക്കി എടുക്കുക കേട്ടോ. ഇവിടെ ചെറിയ പാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. എല്ലാ ബോൾസും ഈക്വലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിവിടെ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് പരത്തി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പീസ് എടുത്തിട്ട് കുറച്ച് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം പരത്താനായിട്ട്. പരത്തുമ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിലാക്കി പരത്തുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് റൗണ്ടിലല്ലേ പരത്തിയെടുക്കുക. ഇത് കുറച്ച് നീളത്തിൽ ആക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അരച്ചതൊന്ന് തേച്ച് കൊടുക്കാം. കുറച്ച് തേച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഇത്തിരി ആക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുക. അതതിൻ്റെ മേലൊന്ന് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ 4 ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കാം. നോർമൽ വാട്ടർ കേട്ടോ. എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നിറയെ ബബിൾസ് വരുന്ന സമയത്ത് പാത്രം ഒന്ന് തിരിച്ച് പിടിച്ചെടുക്കാം. കുറച്ച് മുകളിലായിട്ട് പിടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം താത്തി പിടിക്കേണ്ട, കുറച്ച് മേലായിട്ടൊന്ന് പിടിച്ചെടുക്കാം. എന്നിട്ട് എടുക്കൊന്ന് നോക്കണം കേട്ടോ എത്രത്തോളം നമുക്ക് ഫ്ലെയിം വരുന്നുണ്ടെന്ന്. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് ആയിട്ടില്ല. നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് പിടിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാവുന്നത് വരെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു 10 സെക്കൻഡും കൂടെ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ ചൂടോട് കൂടി തന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നിങ്ങളടുത്ത് ഇതുപോലെ മറിച്ച് കൊടുക്കാൻ പറ്റിയ പാൻ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരു നാൻ എടുത്തിട്ട് ഇതുപോലെ നല്ലോണം വെള്ളമാക്കിയിട്ട് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ മറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കളറ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് വേവിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒരു 10-15 സെക്കൻഡും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതും ചൂടോട് കൂടി തന്നെ കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ബാക്കി എല്ലാതും ചുട്ടെടുക്കാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കമത്തി വെക്കരുത്, പാത്രം ചീത്തായി പോവും. ഇതോടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാവുന്ന പോയി കണ്ടു നോക്കണേ. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനെടുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. ബ്രെഡ് പോലെയാണ് ഉള്ളത്. വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്